ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. മാതൃഭാഷകൾ ഉൾപ്പെടെയുള്ള ഭാഷകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ. പുതുയുഗ സൃഷ്ടാക്കളുടെ സർഗ്ഗശേഷിയെ ശക്തിപ്പെടുത്താനുള്ള വേദിയാണ് വേവ്സ് ഉച്ചകോടിയെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഹോളി ആഘോഷങ്ങളിൽ ഉത്തരേന്ത്യ. ആശംസകൾ നേർന്ന് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. വയനാട് മുണ്ടക്കൈ ദുരന്തം രണ്ടാംഘട്ട എ ലിസ്റ്റിൽ 6 പേരെ കൂടി ഉൾപ്പെടുത്തി. ലോക പാരാ അത്ലറ്റിക്സ് ഗ്രാൻഡ് പ്രിക്സിൽ മെഡൽ പട്ടികയിൽ 1ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത് ഇന്ത്യ. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ഫൈനലിൽ നാളെ മുംബൈ ഡൽഹി പോരാട്ടം. വാർത്തകൾ വിശദമായി. ഭരണഘടനയുടെ 8ാം പട്ടികയിൽ അംഗീകരിച്ചിട്ടുള്ള മാതൃഭാഷകൾ ഉൾപ്പെടെയുള്ള ഭാഷകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ. പുതുച്ചേരിയിൽ പത്മശ്രീ അവാർഡ് ജേതാവും തമിഴ് മാന്ത്രികനുമായ ദക്ഷിണാമൂർത്തിയെ അനുമോദിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതുയുഗ സൃഷ്ടാക്കളുടെ സർഗ്ഗശേഷിയെ ശക്തിപ്പെടുത്താനുള്ള വേദിയാണ് വേൾഡ് ഓഡിയോ വിഷ്വൽ ആന്റ് എന്റർടൈൻമെന്റ് ഉച്ചകോടിയെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ജീവിതത്തിന്റെ എല്ലാ തുറകളിൽ നിന്നുമുള്ളവർക്കും ഉയർന്ന നിലവാരവും മൂല്യവുമുള്ള സൃഷ്ടികൾ അവതരിപ്പിക്കാൻ സാധിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണെന്നും ഇന്ത്യയ്ക്ക് അതിൽ സവിശേഷമായ സ്ഥാനമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് 100 കോടിയിലധികം ജനങ്ങൾക്ക് മൊബൈൽ ഫോണുകൾ ലഭ്യമാകുന്നുണ്ടെന്നും രാജ്യം സാങ്കേതിക വിദ്യയിലേക്ക് കടന്നു വന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. The world is rapidly changing, and we in India, we have a very unique position. We have a more than billion people who have access to mobile phone. More than 640 million people use smartphones. Our digital rates are one of the lowest in the world, actually the lowest in the world. And people have adopted digitalization the way like a fish takes to water. ക്രിയേറ്റീവ് എക്കണോമിക്കായി 100 കോടി രൂപ ചെലവഴിക്കുമെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. രാജ്യത്തെ ആദ്യ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിയേറ്റീവ് ടെക്നോളജി മുംബൈയിലെ ഫിലിം സിറ്റിക്ക് സമീപം ആരംഭിക്കുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. ജനങ്ങളുടെ വൈവിധ്യത്തെ മനസ്സിലാക്കുന്നതാണ് യഥാർത്ഥ ആഗോളവൽക്കരണമെന്ന് കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ. ഈ വർഷം മെയ് മാസത്തിൽ മുംബൈയിൽ ആതിഥേയത്വം വഹിക്കുന്ന വേൾഡ് ഓഡിയോ വിഷ്വൽ ആന്റ് എന്റർടൈൻമെന്റ് സമ്മിറ്റ് വേവ്സിനെക്കുറിച്ചുള്ള സെഷനിൽ ന്യൂഡൽഹിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. The world is already witnessing economic and political rebalancing. This is now moving to its technology and to its cultural facets as well. Real globalization is not about a single narrative or one truth. It is about capturing the enormous diversity of our peoples in our planet. In that sense, we are really never global. രാജ്യം ഇന്ന് നിറങ്ങളുടെ ഉത്സവമായ ഹോളി ആഘോഷിക്കും. നിറങ്ങളും മധുര പലഹാരങ്ങളുമായി ഹോളി ആഘോഷമാക്കുകയാണ് ഉത്തരേന്ത്യൻ ജനത. സുരക്ഷാ ഭീഷണികൾ ഒഴിവാക്കുന്നതിനായി പഴുതടച്ച ക്രമീകരണങ്ങളാണ് രാജ്യത്ത് ഒരുക്കിയിരിക്കുന്നത്. ജനങ്ങൾക്ക് ഹോളി ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. സ്നേഹവും ഒരുമയും പകരാൻ ഹോളി നമ്മോട് ആഹ്വാനം ചെയ്യുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ആശംസിച്ചു. പുതിയ തുടക്കങ്ങളെയാണ് ഹോളി പ്രതിനിധീകരിക്കുന്നതെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ആശംസിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജനങ്ങൾക്ക് ഹോളി ആശംസകൾ നേർന്നു. സന്തോഷവും ആനന്ദവും നിറഞ്ഞ ഈ ഉത്സവം എല്ലാവരുടെയും ജീവിതത്തിൽ പുതു ഊർജ്ജം നിറയ്ക്കുമെന്നും ജനങ്ങൾക്കിടയിൽ ഐക്യത്തിന്റെ നിറങ്ങൾ ചാർത്തുമെന്നും ശ്രീ മോദി സമൂഹമാധ്യമ പോസ്റ്റിൽ ആശംസിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് അസമിലെത്തും. ദർഗാവിലെ ലച്ചിത് ബർഫുക്കാൻ പോലീസ് അക്കാദമി അദ്ദേഹം സന്ദർശിക്കും. നാളെ രാവിലെ അത്യാധുനിക പോലീസ് അക്കാദമി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് 2 മണിക്ക് അസം റൈഫിൾസ് സ്ഥാപനങ്ങൾ സോഖാസാങ്ങിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഐസ്വാളിൽ നടക്കുന്ന ചടങ്ങിൽ ശ്രീ ഷാ പങ്കെടുക്കും. ഞായറാഴ്ച ഓൾ ബോഡോ സ്റ്റുഡന്റ്സ് യൂണിയന്റെ 57ാമത് വാർഷിക സമ്മേളനത്തിൽ ആഭ്യന്തരമന്ത്രി സംബന്ധിക്കും. ബഹിരാകാശ പര്യവേഷണ യാത്രയിൽ സുപ്രധാന നാഴികക്കല്ല് പിന്നിട്ട് ഇന്ത്യ. ISROയുടെ സ്പെയ്ഡെക്സ് സ്പേസ് ഡോക്കിംഗ് പരീക്ഷണത്തിലൂടെ കൂട്ടിച്ചേർത്ത ഇരട്ട ഉപഗ്രഹങ്ങളെ വിജയകരമായി വേർപെടുത്തിയതിലൂടെയാണ് ISRO പുതുചരിത്രം കുറിച്ചത്. ഇന്നലെ രാവിലെ 9 മണിക്ക് ശേഷമാണ് ഉപഗ്രഹങ്ങളുടെ അൺഡോക്കിംഗ് പൂർത്തിയായത്. ഡോക്കിംഗ് പരീക്ഷണം വിജയിച്ചതോടെ ഈ സാങ്കേതികവിദ്യ സ്വന്തമാക്കുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യയും ബഹിരാകാശ ഏജൻസിയായ ISROയും മാറി.
വിജയത്തിൽ ISROയെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അഭിനന്ദിച്ചു. ഛത്തീസ്ഗഡിലെ ബിജാപൂർ ജില്ലയിൽ 17 നക്സലൈറ്റുകൾ കീഴടങ്ങി. ഇതിൽ 9 പേരുടെ തലയ്ക്ക് മൊത്തമായി 24 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. ദമ്പതികൾ ഉൾപ്പെട്ട സംഘം CRPFനും പോലീസിനും മുന്നിലാണ് ഹാജരായത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത പുനരധിവാസ പദ്ധതിക്കായി തയ്യാറാക്കിയ രണ്ടാം ഘട്ട A ലിസ്റ്റിൽ 6 പേർ കൂടി ഉൾപ്പെട്ടു. 10, 11, 12 വാർഡുകളിലാണ് ആക്ഷേപങ്ങളുടെ അടിസ്ഥാനത്തിൽ 2 പേർ വീതം പുതുതായി ഉൾപ്പെട്ടത്. 3 വാർഡുകളിലുമായി 87 പേരാണ് 2Aയിൽ ഉൾപ്പെട്ടത്. വയനാട് ദുരന്തബാധിതരായവരുടെ പുനരധിവാസത്തിനായി ടൌൺഷിപ്പ് നിർമ്മിക്കുന്നതിന് നെടുമ്പാല എസ്റ്റേറ്റ് ഉടൻ ഏറ്റെടുക്കില്ലെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. പുനരധിവാസത്തിനായി എൽസ്റ്റൺ എസ്റ്റേറ്റാണ് പരിഗണിക്കുന്നതെന്നും സ്ഥലം തികയാതെ വന്നാൽ മാത്രമേ നെടുമ്പാല എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്ന കാര്യം പരിഗണിക്കൂവെന്നും സർക്കാർ വ്യക്തമാക്കി. ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ ഹാരിസൺസ് മലയാളം കമ്പനി നൽകിയ അപ്പീൽ പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതി. അതേസമയം വയനാട് മുണ്ടക്കൈ പുനരധിവാസ പദ്ധതി 2025-26 സാമ്പത്തിക വർഷം തന്നെ പൂർത്തീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ദുരന്തത്തിനിരയായ അവസാന വ്യക്തിയെയും പുനരധിവസിപ്പിക്കുന്ന വിധത്തിൽ മാതൃകാപരമായി പദ്ധതി നടപ്പാക്കുമെന്നും അദ്ദേഹം വയനാട്ടിൽ പറഞ്ഞു. അൾട്രാ വയലറ്റ് വികിരണം ഉയർന്ന തോതിൽ രേഖപ്പെടുത്തുന്നതിനെ തുടർന്ന് പാലക്കാട് ജില്ലയിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം നൽകി. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. ജില്ലയിൽ കഴിഞ്ഞ ദിവസം 11 എന്ന സൂചികയിലാണ് അൾട്രാ വയലറ്റ് വികിരണ തോത് രേഖപ്പെടുത്തിയത്. ഇത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നതിനാലാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പകൽ 10 മണി മുതൽ 3 മണി വരെ ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്ന സമയങ്ങളിൽ കൂടുതൽ നേരം ശരീരത്തിൽ സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം. വെയിലത്ത് ഇറങ്ങുന്നവർ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഇടുക്കിയിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങളായ 3 കുട്ടികളെ സുരക്ഷിതമല്ലാത്ത നിലയിൽ വനമേഖലയോട് ചേർന്ന പുഴയോരത്തുള്ള ഏറുമാടത്തിൽ കഴിയുന്നതായി കണ്ടെത്തി. ഇടുക്കി മാങ്കുളം ആനക്കുളത്തിന് സമീപം വലിയ പാറക്കുടിയിലാണ് സംഭവം. മാങ്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥരാണ് ഏറുമാടത്തിൽ കഴിയുന്ന കുട്ടികളെ കണ്ടെത്തിയത്. ആരോഗ്യവകുപ്പ് ജീവനക്കാരെത്തിയ സമയത്ത് 11 വയസ്സുള്ള പെൺകുട്ടിയും 7ഉം 6ഉം വയസ്സ് പ്രായമുള്ള 2 ആൺകുട്ടികളും മാത്രമായിരുന്നു ഏറുമാടത്തിൽ ഉണ്ടായിരുന്നത്. ഡൽഹിയിൽ നടക്കുന്ന ലോക പാരാ അത്ലറ്റിക്സ് ഗ്രാൻഡ് പ്രിക്സിൽ ഇന്ത്യ മെഡൽ പട്ടികയിൽ 1ാം സ്ഥാനത്ത്. 45 സ്വർണം, 40 വെള്ളി, 49 വെങ്കലം എന്നിവയുൾപ്പെടെ ആകെ 134 മെഡലുകളാണ് ഇന്ത്യ നേടിയത്. ട്രാക്ക്, ഫീൽഡ് ഇനങ്ങളിലെ മികച്ച പ്രകടനങ്ങളിലൂടെയാണ് ഇന്ത്യയുടെ നേട്ടം. പുരുഷ ഷോട്ട്പുട്ട് F11, F20 വിഭാഗത്തിൽ എല്ലാ മെഡലുകളും ഇന്ത്യ സ്വന്തമാക്കി. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന എലിമിനേറ്റർ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ജയന്റ്സിനെ 47 റൺസിന് പരാജയപ്പെടുത്തി ഫൈനൽ പ്രവേശനം നേടി. മുംബൈ ഉയർത്തിയ 213 റൺസിന്റെ വിജയലക്ഷ്യവുമായി ബാറ്റിംഗിനിറങ്ങിയ ഗുജറാത്ത് 166 റൺസ് എടുത്തപ്പോൾ എല്ലാവരും പുറത്താവുകയായിരുന്നു. നാളെ നടക്കുന്ന ഫൈനലിൽ മുംബൈ ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. കോഴിക്കോട് കോർപ്പറേഷനിലെ ചേവരമ്പലം ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് നിർവഹിക്കും. മേയർ ബീന ഫിലിപ്പ് അധ്യക്ഷത വഹിക്കും. മീനമാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകുന്നേരം 5-ന് തുറക്കും. സന്നിധാനത്തെ മേൽപ്പാലം ഒഴിവാക്കിയുള്ള പുതിയ ദർശന രീതിയുടെ ട്രയൽ റൺ ഇന്ന് നടക്കും. ഇന്ന് വൈകിട്ട് 5-ന് തന്ത്രി കണ്ഠരര് രാജീവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിക്കും. നട തുറക്കുന്ന ഇന്ന് പൂജകളൊന്നും ഉണ്ടാകില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. മാതൃഭാഷകൾ ഉൾപ്പെടെയുള്ള ഭാഷകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ. പുതുയുഗ സൃഷ്ടാക്കളുടെ സർഗ്ഗശേഷിയെ ശക്തിപ്പെടുത്താനുള്ള വേദിയാണ് വേവ്സ് ഉച്ചകോടിയെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഹോളി ആഘോഷങ്ങളിൽ ഉത്തരേന്ത്യ. ആശംസകൾ നേർന്ന് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. വയനാട് മുണ്ടക്കൈ ദുരന്തം 2ാം ഘട്ട A ലിസ്റ്റിൽ 6 പേരെ കൂടി ഉൾപ്പെടുത്തി. ലോക പാരാ അത്ലറ്റിക്സ് ഗ്രാൻഡ് പ്രിക്സിൽ മെഡൽ പട്ടികയിൽ 1ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത് ഇന്ത്യ. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ഫൈനലിൽ നാളെ മുംബൈ ഡൽഹി പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30-ന്.